ആയുസ്സ് നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. നമ്മൾ രാവിലെ എണീക്കുന്ന തൊട്ട് കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി നമ്മൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പം ആഹാരം കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യസമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ രോഗങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാറുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 2 പാർട്ട് മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. മുഴുവനായിട്ട് നിറയ്ക്കരുത്. ഒരു മനുഷ്യനെടുത്തു കഴിഞ്ഞാൽ അവരുടെ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഈ ആഹാരം, ഉറക്കം, എക്സസൈസ്. ഇതിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോവുകയും അത് ആയുർവേദത്തിന്റെ തലയിൽ ആയുർവേദത്തെ കുറ്റം പറയും. ഓക്കെ, ആയുർവേദത്തിൽ പോയിട്ടൊരു ഗുണം ഉണ്ടായില്ല പറയും. പക്ഷെ പാലിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. ശിരോധാര, അതുപോലെ അതിൽ തന്നെ തക്രധാര, തൈലധാര പോലെയുള്ള ചികിത്സകൾ സ്ട്രെസ്സിന് നമ്മൾ കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഹെഡ് മസാജ്, നസ്യം, ഇവയെല്ലാം വളരെ ഫലപ്രദമാണ്. ഡോക്ടർ, ഈ ആയുർവേദം പ്രധാനമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് വാത, പിത്ത, കഫദോഷങ്ങളാണ് ഒരു ശരീരത്തിലുള്ളതെന്നും അതിനെ ആയുർവേദം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ 3 രീതികൾ? അതെങ്ങനെയാണ് ശരീരത്തിൽ കാണുന്നത്? ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വാതം, പിത്തം, കഫം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻ്റ് എത്തിക്കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഏത് ദോഷമാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി ചികിത്സ മുന്നോട്ട് പോകുന്നത്. അപ്പം വാതദോഷം ആണെന്നുണ്ടെങ്കിൽ കൂടുതലും രൂക്ഷമായിട്ടുള്ള ഡ്രൈനെസ് കൂടുതലായിരിക്കും, അവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകും, അതുപോലെ സ്കിന്നിന് റാഷസ്, അങ്ങനെയുള്ള പിന്നെ വാതസംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾ, വേദനകൾ കൂടുതൽ കാണും, നീരുണ്ടാവും, നീർക്കെട്ടുണ്ടാവും, അതുപോലെ ഞരമ്പ് വലിക്കൽ, അങ്ങനെയുള്ള രോഗങ്ങളാണ് അവരിൽ കൂടുതലും കണ്ടുവരുന്നത്. പിത്തപ്രകൃതം എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, ബ്ലോട്ടിങ്, ഒന്നുകിൽ മലബന്ധമായിരിക്കും, ഇല്ലെങ്കിൽ ലൂസ് മോഷനായിട്ടായിരിക്കും പോകുന്നത്, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. കഫപ്രകൃതിക്കാർക്ക് കൂടുതലും കുറച്ച് സ്കിൻ ഡിസീസൊക്കെ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിൽ ഒലിപ്പ്, ഒരു ഊസിങ് ടൈപ്പ്, അങ്ങനത്തെ ഒരു ഇതാണ് കഫപ്രകൃതിയിലുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ദോഷം. ഡോക്ടർ, ഇത് വെച്ച് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഏത് പ്രകൃതിയിൽപ്പെട്ട മനുഷ്യരാണ് എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആയുർവേദം ഒരു ചികിത്സാ രീതി മാത്രമല്ല, ശരിക്കും അതൊരു ദിനചര്യ കൂടിയാണ് എന്നുള്ളത്, ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയാണ്. എങ്ങനെയാണ് ആയുർവേദം ഒരു ദിനചര്യ കൂടിയാകുന്നത്? അല്ലെങ്കിൽ ആയുർവേദ പ്രകാരമുള്ളൊരു ദിനചര്യയിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആയുർവേദത്തിൽ നമ്മൾ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത്, ആയുർവേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുസ്സിൻ്റെ വേദമാണ്. ആയുസ് നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. അപ്പം അതിൽ നമ്മൾ രാവിലെ എണീക്കുന്ന തൊട്ട് കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്നുള്ളത്. രാവിലെ സൂര്യ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പുള്ള സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് എണീക്കുമ്പോഴത്തേക്ക് അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. അപ്പം ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും, നമ്മളെ ബ്രെയിനിന് നല്ല ഒരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചാലും ഇല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താലും അതെല്ലാം നല്ല രീതിയിൽ വരുന്ന ഒരു ടൈമാണ് ഈ സമയം. അന്തരീക്ഷം വളരെ കാമായിട്ടുള്ള ടൈം. അപ്പം അത് പ്രയോജനപ്പെടുത്താം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ എണീറ്റുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതും ഇളം ചൂട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് ബാക്കിയുള്ള മോഷൻ പോകുന്നതിനും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കും. അതിനുശേഷം നമ്മുടെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം പല്ല് തേക്കുക, നാക്ക് വടിക്കുക എന്നൊക്കെ ഉള്ളത്. പല്ല് തേക്കുന്നതിന് തന്നെ കുറേ മെഡിസിൻസ് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നമ്മൾ ദന്തധാവനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗം റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ പല്ലിനുണ്ടാവുന്ന രോഗങ്ങളെല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സഹായിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് നാക്ക് വടിക്കുക എന്നുള്ളത്. അത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പണ്ട് കാലങ്ങളിൽ കോപ്പർ ഇതിലുള്ളതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
ഇപ്പം അതിനുശേഷം നമ്മൾ പറയുന്നത് അണുതൈലം മൂക്കിലൊഴിക്കാൻ പറയുന്നുണ്ട്. അതായത് നാസ ശുദ്ധി ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു പരിധിവരെ പല രോഗങ്ങളും തടയാൻ കഴിയും. കഴുത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾക്ക് നസ്യം എന്ന് പറയുന്ന പ്രൊസീജിയർ വളരെ നല്ലതാണ്. അപ്പോൾ ഈ അണുതൈലം മൂക്കിലൊഴിക്കുന്നത് നസ്യം എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് ഡെയിലി ചെയ്യാനായിട്ട് 1-2 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ഈ കൊറോണ കാലത്തൊക്കെ ഒത്തിരി പേര് അത് യൂസ് ചെയ്തിരുന്നു. കാരണം മൂക്കിലൂടെ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ആ രീതിയിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ പറയുന്നത് ഗണ്ടൂഷം എന്ന് പറയും. അതായത് നമ്മൾ വായിൽ കവിൾ കൊള്ളുക എന്ന് പറയും, ഗാർഗ്ലിങ് ചെയ്യുക. അപ്പോൾ അതിന് ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഗണ്ടൂഷം ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ എണ്ണ തേച്ചുള്ള കുളി സെൽഫായിട്ട് ഇപ്പം നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണം. അപ്പം എണ്ണ തേച്ച് ദിവസവും ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുശേഷം വ്യായാമം, ദിവസവും ഒരു 30 മിനിറ്റ് വ്യായാമം നിർബന്ധമായിട്ട് ചെയ്യുക. പിന്നെ വരുന്നത് സ്നാനം, കുളിക്കുക എന്നുള്ളത്. കുളി ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കുക. വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ കുളിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ രോഗികൾ വരുമ്പം പറയാറുണ്ട്, 5 മണിക്ക് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ വാതരോഗം കൂടാനൊരു കാരണം അതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ കുളിക്കാനും ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് ദിനചര്യയിൽ പറയുന്നത്. അപ്പം ദിനചര്യയിൽ നമ്മുടെ സെൽഫ് കെയറാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ അതിൽ മനസ്സിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് രാവിലെ എണീക്കാൻ പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തിന് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ, ഇത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു സംശയം, ഉറക്കത്തെപ്പറ്റി ആയുർവേദം പരാമർശിക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കണം ഉറക്കം, അല്ലെങ്കിൽ ആ സമയം, അതെന്താ പറയുന്നത്? ഉറക്കം നമ്മൾ ആയുർവേദത്തിൽ നിദ്ര എന്നാണ് പറയുന്നത്. അപ്പം ഉറക്കത്തിന് കൃത്യമായിട്ടൊരു ടൈം കൊടുക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. രാത്രി നമ്മൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു 8 മണിക്കൂർ നേരമെങ്കിലും ഉറക്കം നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഉറക്കം കുറവാണെങ്കിൽ ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സകളും അതിന് പറയുന്നുണ്ട്. നമ്മൾ ദിനചര്യ പറഞ്ഞു, ഉറക്കം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു ആഹാരത്തെ കൂടി പറഞ്ഞാലാണ് അത് പൂർണ്ണമാവുക. എങ്ങനെയായിരിക്കണം ഈ ആഹാരശീലം എന്നുള്ളത്? ആഹാരമാണ് നമുക്ക് പല രോഗങ്ങൾക്കും ഇപ്പോഴത്തെ കാരണം എന്ന് പറയുന്നത്. അപ്പം ആഹാരം കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യസമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ രോഗങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാറുണ്ട്. അതിൽ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 2 പാർട്ട് മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. മുഴുവനായിട്ട് നിറയ്ക്കരുത്. അതെ, മുഴുവനായിട്ട് നിറയ്ക്കരുത്. അത് കഴിഞ്ഞിട്ട് 1 പാർട്ട് ലിക്വിഡായിട്ടുള്ള നമുക്ക് വെള്ളം കുടിക്കാം. 1 പാർട്ട് ഒഴിച്ചിടണം എന്നാണ് പറയുന്നത്. അപ്പം 4 പാർട്ടിൽ 2 പാർട്ട് മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടാൽ മാത്രമേ ശരിക്കും അത് അബ്സോർഷനും ഡൈജഷനും ഒക്കെ നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ എന്നേ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ദിനചര്യയായിട്ട് പറയുമ്പോൾ അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രമേഹം, അതുപോലെ തൈറോയിഡ്, അത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയാണ് ആയുർവേദം കാണുന്നത്? അതിൻ്റെ ചികിത്സകൾ എങ്ങനെയാണ്? പ്രമേഹമാണെങ്കിലും ഈ തൈറോയിഡൊക്കെ ആണെങ്കിലും പറഞ്ഞ പോലെ ജീവിതശൈലി കൊണ്ട് വരുന്നതാണ്. കൂടുതലും വരാൻ കാരണം കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറക്കം കൃത്യസമയത്തിന് ഉണ്ടാവില്ല, അതുപോലെ എക്സസൈസ്. അപ്പം നമ്മുടെ ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഈ ആഹാരം, ഉറക്കം, എക്സസൈസ്, വ്യായാമം, ഇവ 3 ഇവ 3 കൃത്യമാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഈ രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം പ്രമേഹത്തിൻ്റെ ആണെങ്കിലും നമ്മൾ സമയത്തിന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സമയം തെറ്റി കഴിക്കുമ്പോൾ വീണ്ടും കൂടുതൽ ഭക്ഷണം കഴിച്ചു പോകും ആരാണെങ്കിലും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ച് കൃത്യസമയത്തിന് തന്നെ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹത്തിൻ്റെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ വ്യായാമം വേണം. ഇപ്പോൾ കേരളത്തിലുള്ള പല ആൾക്കാരും ഇപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്, പക്ഷെ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വ്യായാമം തീരെ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വ്യായാമം, ആഹാരം, അതുപോലെ രാത്രിയിലുള്ള ഉറക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ലേറ്റ് നൈറ്റായിട്ടാണ്, രാത്രി ഒരുപാട് താമസിച്ചിട്ടാണ് കഴിക്കുന്നതും അതുപോലെ ഉറങ്ങുന്നതും. അപ്പം അതെല്ലാം കറക്റ്റ് ടൈമിന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് മാറ്റാൻ കഴിയും.
ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായുള്ള സംശയമാണ്, അഥവാ നമ്മൾക്കിനി ഈ രോഗങ്ങൾ വന്നു, അതിന് ആയുർവേദത്തിലേക്ക് വന്നാൽ പ്രതിവിധികളുണ്ടോ? അതേപ്പറ്റി എന്താണ്? ആയുർവേദത്തിൽ വന്നാൽ തീർച്ചയായും പ്രതിനിധികളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ വന്ന് കൺസൾട്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കഴിച്ച് മാറ്റുന്നതാണ് പൊതുവേ ഉള്ള ആൾക്കാരുടെ ശീലം. പിന്നെ ആയുർവേദം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ നമ്മൾ പറയുന്ന അനുസരിച്ച് തന്നെ ചിട്ടയാണ് പ്രാധാന്യമായിട്ടുള്ളത്. മറ്റത് ഒരു പ്രാവശ്യം ഇപ്പോൾ ബ്ലഡ് ചെക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ആയുർവേദമല്ലേ കഴിക്കുന്നത്, പിന്നെ അടുത്ത് വേണ്ട, അതങ്ങ് കുറഞ്ഞോളും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്ക് രോഗത്തിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോവുകയും അത് ആയുർവേദത്തിൻ്റെ ആയുർവേദത്തെ കുറ്റം പറയും. ആയുർവേദത്തിൽ പോയിട്ടൊരു ഗുണം ഉണ്ടായില്ല പറയും. പക്ഷെ പാലിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. ഡോക്ടർ, ഇതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്, ഈ പഥ്യം പാലിച്ചാലാണ് ആയുർവേദം ഗുണപ്പെടുക എന്നുള്ളത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ പഥ്യം എന്ന് പറയുന്നത്? പഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രോഗത്തിനാണ് നമ്മൾ ആ പഥ്യം പറയുന്നത്. ഇപ്പം നമ്മളിപ്പം കുറേ ഷാർജ ഒഴിച്ചു നമുക്ക് ചുമ വന്നു, ചുമ ജലദോഷം എല്ലാം വന്നു. അപ്പം നമ്മൾ രോഗിയുടെ അടുത്ത് പറയും, നിങ്ങൾ ഈ ഇന്ന സാധനങ്ങൾ, തണുപ്പ് കഴിക്കാൻ പാടില്ല, പാല് കഴിക്കാൻ പാടില്ല, തൈര് കഴിക്കാൻ പാടില്ല, ഇന്നതൊക്കെ പറയും. അപ്പോൾ അവരത് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും രോഗശമനം പെട്ടെന്നുണ്ടാകും. അതുപോലെ തന്നെ രോഗം റിപ്പീറ്റായിട്ട് വരാതിരിക്കും. അപ്പോൾ ഈ മരുന്നെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥ തീവ്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഥ്യം ആവശ്യമാണ്. നമ്മൾ ഭയങ്കര കഠിനമായിട്ടുള്ള പഥ്യമൊന്നും പറയാറില്ല. രോഗത്തിൻ്റെ മാറ്റി നിർത്താൻ വേണ്ടുന്നുള്ള കാര്യങ്ങളാണ് പഥ്യമായിട്ട് അനുശാസിക്കുന്നത്. ഡോക്ടർ, ഇന്നത്തെ ഒരു കാലത്തിൻ്റെ കൂടി പ്രശ്നമാണ് ചോദിക്കുന്നത്. പൊതുവേ കേൾക്കാറുണ്ട്, സ്ട്രെസ്സ് വളരെ കൂടുതലാണ്, ആങ്സൈറ്റി, ബേൺ ഔട്ട്, ഇതൊക്കെ ഇതിൻ്റെ തെറാപ്പി, കൗൺസിലിംഗ്, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആയുർവേദം ഇത്തരം പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൻ്റെ ഒരു പരിഹാരമൊക്കെ ആയുർവേദം പറയുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ ഉറക്കം നിർബന്ധമായിട്ട് വേണം, അതുപോലെ വ്യായാമം വേണം, കൂടെ പ്രാണായാമം പോലുള്ള യോഗ, പ്രാണായാമം ഇവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാം. അല്ല ഡോക്ടർ, ഞാനത് ചോദിക്കാനുള്ളൊരു കാര്യം, പലരും ഇത് തെറ്റിദ്ധാരണയാണോ ശരിയായ ധാരണയാണോ എന്നറിയില്ല. ഈ സ്ട്രെസ്സിനൊക്കെ നമ്മൾ ധാര ചെയ്തു, അല്ലെങ്കിൽ സുഖചികിത്സയ്ക്ക് പോയി, മസാജിങ്ങിന് പോയി, വളരെ ഇഫക്റ്റീവാണെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഇതുമായി ശരിക്കും കണക്റ്റഡ് ആണോ, അതോ അത് അവരുടെ തോന്നലാണോ? അതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? ശിരോധാര, അതുപോലെ അതിൽ തന്നെ തക്രധാര, തൈലധാര പോലെയുള്ള ചികിത്സകൾ സ്ട്രെസ്സിന് നമ്മൾ കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഹെഡ് മസാജ്, നസ്യം, ഇവയെല്ലാം വളരെ ഫലപ്രദമാണ്. അപ്പോൾ പക്ഷേ അത് എല്ലാവരും ഒരു പ്രാവശ്യം വന്ന് ചെയ്തിട്ട് പോകും. അതിന് നമ്മളൊരു പർട്ടിക്കുലർ കോഴ്സാണ് എടുക്കേണ്ടത്. കോഴ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിന് വളരെ റിലീഫ് കിട്ടും. നമുക്ക് ഉറക്കമില്ലായ്മയാണ് ഒരു കാരണം. ആ ഉറക്കം ശരിയാവും. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്ട്രെസ്സ് മാറി കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കാനും പരിസരം മനസ്സിലാക്കാനുമുള്ള ഒരു ചാൻസ് ഈ ധാരയൊക്കെ ചെയ്യുന്നത് വഴി കിട്ടാറുണ്ട്. ധാര ചെയ്യുമ്പം നമ്മുടെ ഹയർ സെൻറ്റേഴ്സിനാണ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ധാര ചെയ്യുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനൊക്കെയാണ് ആ ഒരു സ്റ്റിമുലേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് നന്നായിട്ട് കുറയാൻ സഹായിക്കുന്നതാണ് ഈ തക്രധാര പോലുള്ള ചികിത്സകൾ. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു വുമൺ പെർസ്പെക്റ്റീവിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ PCOD, PCOS, പിന്നെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ആയുർവേദം ത്തിൽ പരിഹാരങ്ങളുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ചികിത്സയൊക്കെ? PCOD, PCOS എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ ദിനചര്യ ശരിയാവത്തുകൊണ്ട് വരുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ല, പൊണ്ണത്തടി വരുന്നു, അതിൻ്റെ ഭാഗം. പിന്നെ ആഹാരം ഒരുപാട് സ്വീറ്റായിട്ടുള്ളതും ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ്, അതുപോലെ ആഹാരത്തിലെ ക്രമം, പിന്നെ ഇത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തിൻ്റെയും പിത്തദോഷത്തിൻ്റെയും ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെടുമ്പോഴാണ്, ആ ദോഷങ്ങൾ കൂടുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലോട്ട് മാറുന്നത്. അപ്പം അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുക്കാറുണ്ട്, കഷായങ്ങൾ, അരിഷ്ടങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പുറമേ ചെയ്യുന്ന ഉദ്വർത്തനം, എണ്ണയിട്ടുള്ള തടവൽ ധാര പോലെയുള്ള ചികിത്സ വളരെയധികം ഫലപ്രദമാണ്. നമ്മൾ PCOD എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറിക്കകത്ത് വരുന്ന
സിസ്റ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് കാലതാമസം എടുക്കും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ എങ്കിലും ആ സിസ്റ്റ് കംപ്ലീറ്റ് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദത്തിൽ നൽകി വരുന്നത്. ഡോക്ടർ, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുണ്ട്, ടീനേജറാണ്. അപ്പോൾ ആൾക്ക് ഇതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള ചെറിയ എന്തോ പ്രശ്നമുണ്ട്. ഡോക്ടർ, അവൾക്കപ്പോൾ ഒരുപാട് ലേഹ്യങ്ങൾ, കഷായം ഇതൊക്കെ ആയുർവേദത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പലരും ഈ അമ്മയെ ഉപദേശിക്കുന്നുണ്ട്, ഇതൊന്നും കുട്ടിക്ക് കൊടുക്കരുത്, ഇതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും, പിന്നെയാവും അറിയുന്നതെന്ന്. പക്ഷേ മറ്റു ചിലർ പറയുന്നുണ്ടല്ല, ആയുർവേദം ഇത് കഴിച്ചാൽ നല്ലതാണ് എന്നുള്ളതും. അപ്പോൾ പൊതുവേ ഉള്ളൊരു ധാരണയാണ് ഈ കഷായമൊക്കെ കുടിച്ചാൽ പിന്നീട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ഈ ടീനേജർക്കൊക്കെ ഇത് കൊടുക്കാവോ, എന്താണ് അതിൻ്റെ ഒരു? ഇല്ല, കഷായത്തിനോ അതുപോലെ തന്നെ ഒരു മെഡിസിൻസിനോ അങ്ങനെ സൈഡ് എഫക്റ്റ് പറയത്തക്ക രീതിയിലില്ല. ഇപ്പം PCOD ആണെങ്കിലും നമ്മൾ സപ്തസാരം, ഗന്ധർവസ്ഥാതി പോലുള്ള കഷായങ്ങൾ വളരെ ഗുണം ചെയ്യുന്നതാണ്. കഷായം കഴിച്ചു എന്ന് പറഞ്ഞ് വണ്ണം ഒന്നും വയ്ക്കത്തില്ല. എല്ലാവർക്കും ഉള്ളൊരു ചിന്ത അതാണ്, തടി വയ്ക്കും എന്നുള്ളത്. അപ്പം ചില ലേഹ്യങ്ങളുണ്ട് തടി വയ്ക്കുന്നതിന്. അത് തടി വയ്ക്കാൻ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. എല്ലാവർക്കും തടി വയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒന്നും കൊടുക്കാറില്ല. PCOD ലേഹ്യങ്ങളും കഷായങ്ങളും അരിഷ്ടങ്ങളും അതുപോലെ ചൂർണ്ണങ്ങളും ഒക്കെ വളരെ ഗുണം നൽകുന്നത് തന്നെയാണ്. ഡോക്ടർ, ഇനിയൊരു ആയുർവേദ ഡോക്ടറെ കിട്ടുമ്പോൾ ചോദിക്കാതെ പോകരുത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ കർക്കിടകമാകുമ്പോൾ കർക്കിടക ചികിത്സയ്ക്ക് വേണ്ടി സ്ലോട്ട് ബുക്ക് ചെയ്യുന്നു, നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നു. ശരിക്കും ഈ കാലാവസ്ഥ മാറുന്നത് അല്ലെങ്കിൽ ഈ സീസണൽ ചേഞ്ചസിന് ഈ ആയുർവേദത്തിലെ സുഖചികിത്സ ശരിക്കും ഫലപ്രദമാണോ? എന്താണ് അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്നൊന്ന് പറയാമോ? കർക്കിടകം വരുന്നത് വർഷ ഋതുവിലാണ്. വർഷ ഋതു എന്ന് പറയുമ്പോഴത്തേക്ക് മഴയുടെ തുടക്കമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുമ്പുള്ളത് ഗ്രീഷ്മ ഋതു, സമ്മർ സീസണാണ്. അപ്പോൾ സമ്മർ മാറി ഈ മഴ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ വാതം, പിത്തം, കഫദോഷങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ നാഡീ സംബന്ധമായിട്ടുള്ളതും ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പിന്നെ വയറിളക്കം, ഛർദി പോലുള്ളവ, സ്കിൻ ഡിസീസ്, സോറിയാസിസ്, എക്സിമ പോലുള്ള കണ്ടീഷൻസൊക്കെ ധാരാളം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് കർക്കിടക സമയം. അപ്പോൾ ആ സമയത്ത് നോർമലായിട്ടുള്ള സ്വസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കാം, എന്നാൽ രോഗാവസ്ഥയിലുള്ള വ്യക്തിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ വർഷ ഋതുവിൽ നമ്മൾ ശോധന എന്ന് പറയും. ഇപ്പം കേട്ടിട്ടുണ്ടാവും പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലുള്ള ശോധന ചികിത്സ ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം കർക്കിടകമാണ്. അത് ശരീരത്തിൽ കൂടുതൽ നന്നായി പ്രതിഫലിക്കും എന്നുള്ളത് കൊണ്ടാണോ? അതെ. ആ സമയത്ത് നമ്മൾ ഉള്ളിൽ മരുന്ന് കഴിച്ച് ഡീടോക്സിഫിക്കേഷൻ ചികിത്സ ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും അസന്തുലനാവസ്ഥയിൽ നിൽക്കുന്ന ദോഷങ്ങൾ പുറന്തള്ളാനായിട്ട് അത് സഹായിക്കും. അതാണ് കർക്കിടകത്തിൽ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. കർക്കിടകം മാത്രമല്ല, കർക്കിടകം കഴിഞ്ഞ് അതായത് ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്, വർഷ ഋതു എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സമയത്തിൽ ചെയ്യാം. പിന്നെ പണ്ട് തൊട്ടേ കർക്കിടകം പഞ്ഞമാസം ആയതുകൊണ്ട് എല്ലാവരും ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയമാണ്. നമ്മൾ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഇതാണ്. അപ്പം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന മാസമാണ്. പിന്നെ അടുത്ത് ചിങ്ങം, പുതിയ വർഷം തുടങ്ങിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക ചികിത്സ എന്നുള്ള പേര് വന്നത്. അതുപോലെ തന്നെയാണ് ഈ കർക്കിടക കഞ്ഞി, അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാ. ഇപ്പോൾ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. അതിനെന്തെങ്കിലും രീതിയോ പ്രത്യേകതയോ ഈ കർക്കിടക കഞ്ഞിന് കർക്കിടകത്തിലേ കഴിക്കാവുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഇല്ല, കർക്കിടക കഞ്ഞി കർക്കിടകത്തിൽ കഴിക്കുന്ന കുറച്ചും കൂടെ നല്ലതാണ്. കാരണം ആ ഒരു സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന പല ആൾക്കാരും നോൺ വെജൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിനുമായിട്ട് ഉദ്ദേശിച്ച് വരുന്നവരാണ്. അപ്പം ആ സമയത്ത് കർക്കിടക കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ കഞ്ഞിയിൽ, ഒട്ടുമിക്ക കഞ്ഞിയിലും അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദഹനം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള. അതാ ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ വന്നത്. ഇപ്പോൾ കുറേ അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും കർക്കിടക കഞ്ഞിയിൽ വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, നിശ്ചയമായും വേണമെന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർക്കിടക കഞ്ഞിയിൽ ഈ പറയുന്ന പോലെ ദഹനം, അതായത് നമ്മുടെ പിത്തം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എല്ലാ ദോഷങ്ങൾക്കും കുറവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിത്തം നന്നേ കുറഞ്ഞിരിക്കും. പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ദഹനം കൂട്ടുന്നതിനായിട്ടുള്ള ചുക്ക്, തിപ്പലി, കുരുമുളക്, അയമോദകം, ആശാളി തുടങ്ങിയ മരുന്നുകളാണ് അതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞവര അരിയാണ് ഇടുന്നത്. അപ്പം ഞവര അരി എന്ന് പറയുമ്പോഴത്തേക്ക് ദഹിക്കാൻ എളുപ്പമുള്ളതാണ്, എന്നാൽ ശരീരത്തിൽ ആവശ്യമുള്ളത് അബ്സോർപ്ഷനും കൂടുതൽ നടക്കും. ഒന്നുകിൽ നവര അരി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കലരി എടുക്കാം. നമുക്ക് ആ രീതിയിൽ കഞ്ഞി വെച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകിൽ 7 ദിവസം എടുക്കുക, ഇല്ലെങ്കിൽ 14 ദിവസം.
14, 21 അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ പല രോഗങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി ജലദോഷമൊക്കെ വരുന്ന ആൾക്കാർക്ക് അതൊക്കെ തടയാനും ഈ 15 ദിവസത്തെ കർക്കിടക കഞ്ഞി കഴിച്ചു കഴിയുമ്പോൾ സഹായിക്കും. ഡോക്ടർ, ഇത് കുഞ്ഞുങ്ങൾക്ക് ശരിക്കും കൊടുക്കാൻ പാടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു? കുഞ്ഞുങ്ങൾക്ക് ഒരു 10 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ മുന്നേ സംസാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു എൻ്റെ അടുക്കലേക്ക് ഏറ്റവും വരുന്നത് ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ജോയിൻറ്റ് പെയിൻ ഒക്കെയാണെന്ന്, പലതരം വേദനകളുമായിട്ട് വരുന്നവർ. അതിന് എന്താണ് ഡോക്ടർ കൊടുക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ആയുർവേദം ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾക്ക് എന്ത് പ്രതിവിധിയാണ് പറയുന്നത്? അപ്പം വാദസംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ആർത്രൈറ്റിസ് ആണ് അതിൽ കൂടുതലും വരുന്നത്. അപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സന്ധിഗതവാദം എന്ന് പറയുമ്പോൾ എല്ലാ ജോയിൻസിനും പെയിൻ. ഇപ്പം മുട്ടുവേദനയാണെങ്കിൽ 2 കാല് മുട്ടും വേദന ഉണ്ടാവും, അതുപോലെ 2 കൈ ഷോൾഡർ പെയിൻ ഉണ്ടാവും, എൽബോ ജോയിൻറ്റിന് പെയിൻ ഉണ്ടാവും, നടുവിന് പിടുത്തം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർക്കും അത് സന്ധിഗതവാദം. പിന്നെ വരുന്നത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ രാവിലെ എണീക്കുമ്പോഴത്തേക്കായിരിക്കും അവർക്ക് ബുദ്ധിമുട്ട് കൂടുതൽ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള മേജർ ജോയിൻസിലെ പോലെ തന്നെ മൈനർ ജോയിൻസിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പം അതിനുള്ള ചികിത്സയുണ്ട്. പിന്നെ വരുന്നത് ആമവാദം എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാവുക, അതിനോടൊപ്പം തന്നെ ജോയിൻസിൽ വേദനയും നീർക്കെട്ടുമായിട്ടുള്ള കണ്ടീഷൻ. പിന്നെ ഇതൊക്കെയാണ് പൊതുവേ ഞങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് വരാറുള്ളത്. അപ്പം ഇത് സന്ധിഗത വാദം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വാദമായിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട്. അപ്പോൾ വാദശമനമായിട്ടുള്ള ചികിത്സകളാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. സന്ധിഗതവാദത്തിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് അഭ്യംഗം, കിഴികൾ, വിവിധ ഇനം കിഴികളുണ്ട്. ആ കിഴികൾ, അതുപോലെ വസ്തി, കഷായവസ്തി, സ്നേഹവസ്തി പോലുള്ള ചികിത്സ, ലേപനങ്ങൾ, കഷായധാര തുടങ്ങിയ ചികിത്സയാണ് സന്ധിഗതവാദത്തിന് ചെയ്യുന്നത്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് നമ്മൾ വാദപിത്ത ശമനമായിട്ടുള്ള ചികിത്സയാണ് ചെയ്തു വരാറ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ അനുയോജ്യമായിട്ടുള്ള കിഴികൾ, നമുക്ക് എല്ലാ കിഴികളും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള രോഗിയുടെ അവസ്ഥ കണ്ടാൽ വ്യക്തിയും കണ്ടിട്ടായിരിക്കും തീരുമാനിക്കും. രോഗിയുടെ അവസ്ഥ നോക്കി, അതുപോലെ അവരുടെ പ്രകൃതി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോരുത്തർക്കായിട്ട് ചികിത്സ കൊടുക്കുന്നത്. ഡോക്ടർ, ഇതിൻ്റെ ഫലം എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? പിന്നെ പേഷ്യൻസ് വളരെ സന്തോഷത്തോടെ വന്ന് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ അനുഭവം എങ്ങനെയാണ്? ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആയുർവേദം ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്കൊക്കെ 100% വിജയമാണ് ഉള്ളത്. അതായത് അവർ തുടക്കത്തിൽ തന്നെ ആയുർവേദത്തിന് അപ്രോച്ച് ചെയ്യും. അപ്പം നമുക്ക് ഫ്രഷ് കേസാണ്, നമുക്ക് കൃത്യമായി ചികിത്സിച്ച് പോവാം. ഒട്ടുമിക്ക ആൾക്കാരും ഞങ്ങളടുത്ത് വരുന്നത് എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് സർജറി വേണ്ട എന്ന് പറഞ്ഞിട്ട് 10-14 വർഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും വരുന്നത്. എങ്കിൽ കൂടി ഞങ്ങൾക്ക് 80% അവരുടെ വേദന മാറ്റിക്കൊടുക്കാൻ കഴിയാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഡോക്ടർ പറഞ്ഞിരുന്നു ഈ സ്കിൻ കെയർ കൺസേൺസുമായിട്ട് ആയുർവേദത്തിനെ സമീപിക്കുന്നവരുണ്ട് എന്നുള്ളത്. ഏതൊക്കെ തരം പ്രശ്നങ്ങളുമായിട്ടാണ് വരാറുള്ളത്? ഇതിനൊക്കെ ഫലപ്രദമായ ചികിത്സ ആയുർവേദത്തിലുണ്ടോ? സ്കിന്നിന് കൂടുതലും വരുന്നത് എക്സിമ ഒരു കണ്ടീഷനാണ്. പിന്നെ വരുന്നത് സോറിയാസ്. ഇതാണ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് കണ്ടുവരാറുള്ളത്. അപ്പം സോറിയാസ് ആണെങ്കിലും ഇതുപോലെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആയുർവേദ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഒരു 80% വരെ നമുക്ക് ക്യൂറാണ്. സോറിയാസിന് നമ്മൾ കൂടുതലും ഭക്ഷണത്തിനും കൂടെ ക്രമം വരുത്തേണ്ട ഒന്നുണ്ട്. ചികിത്സകൾ മാത്രമല്ല, ഉള്ളിലേക്കും അതുപോലെ പുറമേയുള്ള ചികിത്സ മാത്രമല്ല, ഭക്ഷണക്രമം അതിന് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര്, അച്ചാർ, ഈ വിരുദ്ധ ആഹാരം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത കോമ്പിനേഷൻ എല്ലാം നമ്മൾ നിർത്താൻ പറയാറുണ്ട് ഭക്ഷണത്തിൽ. പിന്നെ പുറമേയുള്ള ചികിത്സകൾ, അതായത് ലേപനം, എണ്ണ തേച്ചുള്ള കുളി, കഷായധാര, അനുയോജ്യമായിട്ടുള്ള, ഇപ്പം സോറിയാസ് അറിയാമല്ലോ, ആ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ലേപനങ്ങൾ ഇതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു നല്ല ശതമാനം പേഷ്യൻസിന് ക്യൂറായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയതാണ് ഡോക്ടർ പറഞ്ഞു ഈ പാർക്കിൻസൺസ് രോഗത്തിന് വേണ്ടി ആയുർവേദത്തിൽ വരുന്നുണ്ടെന്നും വളരെ നല്ല റിസൾട്ടാണ് ഉണ്ടാവുന്നതെന്നും. ആ ജേണി ഒന്ന് പറയാമോ?
പാർക്കിൻസണിന് നമ്മൾ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് വാതശമനമായിട്ടുള്ള ചികിത്സയാണ്. അപ്പം ഇതൊരു വാതരോഗമായതുകൊണ്ട് തന്നെ കമ്പവാതം എന്നാണ് ആയുർവേദത്തിൽ പാർക്കിൻസൺ ഡിസീസിനെ വർണ്ണിക്കുന്നത്. നമ്മുടെ അലോപ്പതി മെഡിസിൻസ് നിർത്താൻ പറയാറില്ല, അതിൻ്റെ ഡോപ്പമിനാണ് അലോപ്പതി കൊടുക്കുന്നത്. അപ്പം ഡോപ്പമിൻ മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ പുറമേയുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ ആ പേഷ്യൻ്റ് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഇപ്പം നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, അതുപോലെ സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്, അതുപോലെ എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് അറിയാതെ വീഴുന്നതാണ് കൂടുതൽ ആൾക്കാർ പറയുന്ന കംപ്ലയിൻറ്റ്സ്. അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഒരു 6 മാസത്തിലൊരിക്കൽ ആയുർവേദ ചികിത്സകൾ തുടരുകയാണെങ്കിൽ അവർക്കുള്ള ആ ഡോപ്പമിൻ്റെ ഡോസ് നമുക്ക് അതേപോലെ നിയന്ത്രിച്ച് തന്നെ കൂടുതൽ ഡോസിലോട്ട് പോവാതെ ഈ ആയുർവേദവും കൂടെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവരുടെ ദിവസവുമുള്ള ചിട്ടകൾ അവർക്ക് ശീലിക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ കഴിയും. ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, എനിക്കൊന്നും ഈ പാർക്കിൻസൺസ് രോഗമൊക്കെ വന്നാൽ ഈ പേഷ്യൻറ്റിൻ്റെ പോലെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ബൈസ്റ്റാൻഡേഴ്സോ അല്ലേ? ഡോക്ടർക്ക് അങ്ങനെ ഒരു കേസോ, പാർക്കിൻസൺസ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുമായി വന്ന് ഡോക്ടർക്ക് അങ്ങനെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാനുണ്ടോ? അങ്ങനെ കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, പക്ഷെ അവരുടെ പേരിവിടെ ഇല്ല, അത് വേണ്ട. ഒരു മെമ്മറി ഓർത്തെടുക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അപ്പം ഞങ്ങൾക്ക് ഈ കർക്കിടകത്തിൽ ഞങ്ങൾക്ക് 3 പേഷ്യൻസ് ഉണ്ടായിരുന്നു പാർക്കിൻസൺസ് ആയിട്ട് വന്നത്. പക്ഷെ 3 പേര് ഒരുമിച്ച് വന്നു എന്നാണ് ഒരു കോയിൻസിഡൻസ്. അപ്പം അതിൽ തന്നെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഭാര്യ മരിച്ച ഒരു പേഷ്യൻ്റായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഫസ്റ്റ് ഡേ വന്നപ്പം തന്നെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ വന്നിട്ട് എന്നും ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ പരാതിയും വിഷമവും എല്ലാം പറഞ്ഞിട്ടാണ് വരുന്നത്. പുള്ളിക്കൊരു 10 വർഷമായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടായിരുന്നു പുള്ളി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നത്. ആദ്യത്തെ ഫസ്റ്റ് 2 ഡേയ്സ് അദ്ദേഹം വീൽ ചെയറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ 3rd ഡേ തൊട്ട് നമ്മൾ പിടിച്ച് നടത്തി പതുക്കെ കാറിൽ നിന്ന് നടത്തി ഞങ്ങൾ തെറാപ്പിസ്റ്റ് തന്നെ പുള്ളിയെ കൊണ്ടുവരുന്ന ഒരവസ്ഥയായി. പുള്ളി ഒരു 12 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇനിയിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ചെയ്തതിൽ അദ്ദേഹത്തിന് നല്ല റിലീഫ് കിട്ടിയതുകൊണ്ടാണല്ലോ വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നിട്ട് പറയുന്നത്. ആ മാറ്റം ഡോക്ടർക്ക് കാണാനും ഉണ്ട്. അതെ ഡോക്ടർ, ഈ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ വാക്കുകളുണ്ട്. ഒന്ന് കിഴിയിടുന്നു, കിഴി ചികിത്സയ്ക്ക് പോകുന്നു. എന്താണ് ശരിക്കും ഈ കിഴി എന്ന് പറഞ്ഞാൽ? കിഴി എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ചികിത്സയല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എണ്ണ ഇടുക, അതിനുശേഷം കിഴി വയ്ക്കുക എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. കിഴി എന്ന് പറയുന്ന ഒരു സ്വേദന ചികിത്സ, ഒരു ടൈപ്പ് ഓഫ് ഫൊമൻറ്റേഷനാണ്, നമ്മൾ ആവി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ കിഴിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പം സ്റ്റിഫ്നെസ് കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാനായിട്ട് കിഴി വയ്ക്കുമ്പോഴത്തേക്ക് സഹായിക്കും. പലതരം കിഴികളുണ്ട്. നാരങ്ങക്കിഴി, ഇലക്കിഴി, ഞവരക്കിഴി, ധാന്യക്കിഴി, അങ്ങനെ തുടങ്ങിയ ധാരാളം കിഴികളുണ്ട്. നമ്മൾ മെഡിസിൻസ് ഇപ്പോൾ ഏത് കിഴിയാണെങ്കിലും, ഇപ്പം നാരങ്ങയിലാണെങ്കിൽ നാരങ്ങ എടുക്കും, പൊടിക്കിഴിയിലാണെങ്കിൽ പൊടിയാണ് എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സയ്ക്ക് വിധിക്കുന്നത്. ആ മെഡിസിൻസ് എടുത്ത് ചെറുതായിട്ടൊന്ന് ആവിയിൽ വറുത്തതിന് ശേഷം തുണിയിൽ കെട്ടി അനുയോജ്യമായിട്ടുള്ള എണ്ണ ഉപയോഗിച്ച് അതിൽ പ്രസ് ചെയ്തിട്ടാണ് ദേഹത്ത് വയ്ക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഈ ഉദ്വർദ്ധനം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് ആയുർവേദവുമായി ബന്ധപ്പെട്ട്. എന്താണ് ആ ചികിത്സ? ഉദ്വർത്തനം എന്ന് പറയുന്നത് കഫശമനമായിട്ടുള്ള ചികിത്സയാണ്. നമ്മുടെ ബോഡിയിൽ അമിതമായിട്ടുള്ള ഫാറ്റ്, ഇപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദുർമേധസ് കുറയ്ക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ളൊരു ചികിത്സയാണ് ഉദ്വർത്തനം. അതിനോടൊപ്പം തന്നെ അത് കഫം കുറയ്ക്കുന്നതായിട്ടുള്ളൊരു ചികിത്സയാണ്. പൊടിയിട്ടിട്ടുള്ള മസാജാണ് ഈ ഉദ്വർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓയിലിട്ട് മസാജ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പൊടിയിട്ടിട്ട് ചെയ്യുന്ന മസാജ്. അതായത് നമ്മുടെ ഹെയർ ഉണ്ടല്ലോ, സ്കിന്നിലുള്ള ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പം ദുർമേധസ് കുറച്ച് മാറ്റുന്നതിന് കഴിയും. അതുപോലെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്ന് കുറച്ചും കൂടെ വർണ്ണീയമാവും, നല്ല ഒരു ഗ്ലോ ഉണ്ടാവാൻ സഹായിക്കുന്നു. പിന്നെ അതുപോലെ ഒരു വലിച്ചിൽ നമ്മൾ ചിലരുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മുറിവ് ഇരിക്കാറുണ്ട്. അപ്പം അത്തരക്കാർക്ക് ഈ ഉദ്വർത്തനം പോലുള്ള ചികിത്സ വളരെ സ്റ്റിഫ്നെസ് നന്നായിട്ട് കുറയും.
ശരീരത്തിലുണ്ടാവുന്ന വലിച്ചിൽ കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയുള്ള കണ്ടീഷനിൽ നെർവ്സിന് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാനായിട്ട് ഈ ഉദ്വർത്തനം സഹായിക്കും. അതുപോലെ ഡോക്ടർ ഈ നസ്യം ചെയ്യുന്നു, അപ്പോൾ ഫലം കിട്ടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് നസ്യം? ഏത് തരം പ്രശ്നത്തിനാണ് നമ്മൾ ഈ നസ്യം ചെയ്യുക എന്ന് പറയുന്നത്? നസ്യം എന്ന് പറയുന്നത് ഒരു പ്രധാന ചികിത്സയാണ്. അതായത് പഞ്ചകർമ്മയിൽ വരുന്ന ഒരു ചികിത്സയാണ് നസ്യം. നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾ പൂർണ്ണമായും മാറ്റുന്നതിന് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ചികിത്സയാണ് നസ്യം. നസ്യം നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് തുള്ളികളായിട്ട് മെഡിസിൻസ് ഒഴിക്കുന്നതിനാണ് നസ്യം എന്ന് പറയുന്നത്. നസ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ എണ്ണയിട്ട് തടവി കിഴിയൊക്കെ വെച്ച് ശരീരത്തിനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നസ്യം ചെയ്യാൻ പാടുള്ളൂ. ആ രീതിയിലാണ് മെയിനായിട്ടുള്ള ചികിത്സയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ധാര, നമുക്ക് ശരിക്കും ആ ഇമേജ് മാത്രമാണ് അറിയുക, ഒരു ഇതിൽ തലയിലേക്ക് എണ്ണ ഉറ്റിക്കുന്നതായിട്ട്. ശരിക്കും അത് തന്നെയാണോ ധാരയുടെ? എന്തിനാണ് നമ്മൾ ധാര ചെയ്യുന്നത്? അതൊരു ചികിത്സാവിധിയാണോ? എന്താണ് അതിൻ്റെ? ധാര എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചികിത്സ തന്നെയാണ്. അത് ധാരാളം ധാരകളുണ്ട്. കഷായ ധാരയുണ്ട്. കഷായ ധാര നമ്മൾ ഫുൾ ബോഡിയായിട്ട് ഉപയോഗിക്കാറുണ്ട്, തലയിൽ മാത്രമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ തക്രധാരയുണ്ട്. തക്രധാര, അതുപോലെ തൈലധാര, ഘൃതധാര, ക്ഷീരധാര തുടങ്ങിയ ധാരകളാണ് നമ്മൾ തലയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് ഉറക്കക്കുറവ്, ശ്രദ്ധയില്ലായ്മ, പിന്നെ നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ പാർക്കിൻസൺസ് പോലെയുള്ള ഡിസീസസ്, ആ ഒരു കണ്ടീഷനിലെല്ലാം നമ്മൾ തക്രധാര, ഘൃതധാരയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ സംഭാഷണത്തിലൊക്കെ ഉപയോഗിച്ച് പോയതാണ് ഈ പഞ്ചകർമ്മയിൽ പെടുന്നതാണെന്ന് ഡോക്ടർ പലതും പറഞ്ഞു. ശരിക്കും എന്താണ് പഞ്ചകർമ്മ? ഇതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? പഞ്ചകർമ്മ എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ക്രിയകളാണ്. അപ്പം ആ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബോഡിയിൽ ഒരു പൂർവ്വകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതിലാണ് ഈ എണ്ണ തേച്ചുള്ള കുളി, കിഴികൾ, ധാര തുടങ്ങിയ ചികിത്സകൾ വരുന്നത്. പഞ്ചകർമ്മയിൽ വരുന്നത് വമനം, വിരേചനം, നസ്യം, രക്തമോക്ഷം, വസ്തി. വമനം എന്ന് പറയുന്നത് ഛർദ്ദിപ്പിക്കുന്ന ചികിത്സയാണ്. നമ്മൾ ഉള്ളിലേക്ക് മെഡിസിൻസ് കൊടുത്തിട്ട് ഛർദ്ദിപ്പിച്ച് കളയും. അത് കഫം ശമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉള്ളിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, അതെ, ഉള്ളിൽ കഫദോഷം വർദ്ധിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസിനും, അതുപോലെ വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ, ഒബിസി കണ്ടീഷൻ, ആ കണ്ടീഷനിലൊക്കെ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് വമനം. വിരേചനം എന്ന് പറയുന്നത് മരുന്ന് കൊടുത്തിട്ട് വയറിളക്കി കളയുന്ന ഒരു ചികിത്സയാണ്. പർഗേഷൻ തെറാപ്പി എന്ന് പറയും. അത് ഇതുപോലെ സ്കിൻ ഡിസീസിനും ഏറെ നാളായിട്ട് മാറാതെ നിൽക്കുന്ന പല രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ്. സ്കിന്നാണ് കൂടുതലും വരുന്നത്. സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂടുന്നതിനൊക്കെ വേണ്ടിയിട്ട് വിരേചനം ചെയ്യുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് വരുന്നത് നസ്യം. നേരത്തെ പറഞ്ഞു, മൂക്കിലേക്ക് മരുന്ന് എത്തിക്കുന്നതാണ് നസ്യം. അത് ഈ കഴുത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് വസ്തി. വസ്തിയാണ് മെയിനായിട്ടുള്ള വാദം ശമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ. അപ്പം വസ്തി തന്നെ സ്നേഹവസ്തി, കഷായവസ്തി എന്ന് പറയാറുണ്ട്. സ്നേഹവസ്തിയിൽ എണ്ണകളാണ് നമ്മൾ കൊടുക്കുന്നത്. റെക്റ്റം വഴിയാണ് മെഡിസിൻ കൊടുക്കുന്നത്. അതൊരു എനിമ പോലുള്ളൊരു ചികിത്സയാണ്. കഷായവസ്തിയിൽ കഷായങ്ങളുണ്ടാക്കി അത് മെഡിസിനായിട്ട് ഉള്ളിൽ കൊടുക്കുന്നു. അപ്പം അത് കഷായവസ്തിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ഗുണമാണ് രോഗിക്ക് കിട്ടുന്നത്. സന്ധിതോറുമുള്ള വേദന, നീർക്കെട്ട് എന്നീ അവസ്ഥയിലൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. അടുത്തത് രക്തമോക്ഷം. രക്തമോക്ഷത്തിൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പിയാണ് വരുന്നത്. നമ്മൾ കൊളയട്ടയൊക്കെ ഇട്ടിട്ടുള്ള ചികിത്സ കേട്ടിട്ടുണ്ടാവുമല്ലോ. രക്തപിത്ത ശമനത്തിന് വേണ്ടിയിട്ടാണ്. രക്തവും പിത്തവും കൂടി പല രക്തദുഷ്ടിയായിട്ട് ഇപ്പോൾ കേട്ടിട്ടില്ലേ, സ്കിന്നിലൊക്കെ ഡ്രൈനെസ്സും ഒക്കെ കൂടുന്നത് അങ്ങനത്തെ കണ്ടീഷൻ കൊണ്ടാണ്. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് രക്തമോക്ഷം പോലുള്ള ചികിത്സ ചെയ്യുന്നത്. ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കട്ടെ, ഈ പഞ്ചകർമ്മയിലേക്ക് വരുമ്പോൾ എല്ലാ ആയുർവേദ ഹോസ്പിറ്റൽസിലും ഇത് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ വേറെ സ്ഥലങ്ങൾ, പഞ്ചകർമ്മ ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകേണ്ടതുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അല്ല, ഈ ആയുർവേദ തെറാപ്പീസ് എല്ലാം ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഡോക്ടർ, ഇനി ഡോക്ടറോട് ചോദിക്കാനുള്ളത്, നമ്മൾ പരക്കെ കേട്ടിട്ടുള്ളതാണ് ഈ വിരുദ്ധാഹാരങ്ങൾ, നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ചില വിരുദ്ധാഹാരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ ആയുർവേദ പ്രകാരമുള്ള?
നേരത്തെ പറഞ്ഞ പോലെ കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്കാണ് അത് വിരുദ്ധമായിട്ട് മാറുന്നത്. ഒരു ടോക്സിൻസ് അല്ലെങ്കിൽ ആമം ഉണ്ടാകുന്ന അവസ്ഥയാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പാല്, അതിൻ്റെ കൂടെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക. നമ്മളിപ്പോൾ മിൽക്ക് ഷേക്ക് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. അപ്പോൾ പാലിൻ്റെ കൂടെ സാധാ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. പുളിപ്പ് രസം കൂടുതലുള്ള ഇപ്പോൾ ഗ്രേപ്സ് ആണെങ്കിലും ഓറഞ്ചൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അതൊരു ടോക്സിൻ പോലെ ആക്ട് ചെയ്യും. അതുപോലെ വേറെയാണ് പാലിൻ്റെ കൂടെ ഈ നമ്മൾ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് കഴിക്കില്ലേ, മുളപ്പിച്ച ധാന്യങ്ങൾ, അപ്പോൾ അതും പാടില്ലാത്ത ഒന്നാണ്. പിന്നെ മത്സ്യവും തൈരും കഴിക്കുന്ന ശീലം പാടില്ല. ഡോക്ടർ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ മിൽക്ക് ഷേക്ക് വിരുദ്ധാഹാരമാണെന്ന്. അത് ധാരണയാണോ തെറ്റിദ്ധാരണയാണോ? അതെ, അത് പാലിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ചേർക്കാറുണ്ട്. ഇപ്പം ആപ്പിൾ ആണെങ്കിലും അതുപോലെ മാങ്ങ, പുളിപ്പ് രസമുള്ള മാങ്ങ, ചെറുപഴങ്ങളെല്ലാം ചേർക്കാറുണ്ട്. അപ്പം അതൊരു വിരുദ്ധ ആഹാരമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു ദിവസം കഴിച്ചെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ല. നമ്മൾ സ്ഥിരം അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ദീർഘനാളം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, അലർജി ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ചില മിത്സ് ചോദിച്ചോട്ടെ ഈ ആയുർവേദത്തിലുള്ളത്. ആയുർവേദവും അലോപ്പതിയും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, അത് ശരിയാണോ? ആയുർവേദവും അലോപ്പതിയും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കഴിക്കുമ്പോൾ മെഡിസിൻ, ഇപ്പോൾ രണ്ട് മെഡിസിൻസും കഴിക്കുന്ന ആൾക്കാരുണ്ടാവാറുണ്ട്. ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. കുറഞ്ഞത് 1 മണിക്കൂർ ദൈർഘ്യമെങ്കിലും കൊടുക്കണം, ഗ്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ പൊതുവേ ഞങ്ങൾ ആയുർവേദ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാൻ പറയാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ ആയുർവേദത്തിലെ കഷായങ്ങൾക്കൊക്കെ ഭയങ്കര സൈഡ് എഫക്ട്സ് ആണ്, അത് പിന്നെ വൃക്കയെ ബാധിക്കും, അങ്ങനത്തെ ഭയം ഇപ്പോൾ എനിക്കൊന്ന് കൂടി വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി പഠനങ്ങൾ നടന്നിട്ടുണ്ടോ? എന്താണ്? ആയുർവേദ മെഡിസിൻസിന്, ചില മെഡിസിൻസിന് മാത്രം ചില സൈഡ് എഫക്ട്സ് പറയാറുണ്ട്. കാരണം ചില മെഡിസിൻസ് മെറ്റൽസ് ഉപയോഗിച്ച് നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കാറുണ്ട്, 1-2 മെഡിസിൻസ്. പക്ഷേ അത് നല്ല ശുദ്ധി ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഒരു 90% ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കാരണം നമ്മൾ പേഷ്യൻറ്റിനെ ഇത് നോക്കിയതിന് ശേഷം മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. പിന്നെ അല്ലാതെ വരുന്നത് നമ്മൾ പല കമ്പനി മെഡിസിൻസ് ഉണ്ടല്ലോ. ഇപ്പം പണ്ട് വൈദ്യൻ എഴുതി കൊടുക്കും, പേഷ്യൻ്റ് അത് ഉണ്ടാക്കി കഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പം നമ്മളെല്ലാം കമ്പനി സാധനങ്ങളാണ് വാങ്ങുന്നത്. ഇപ്പം കേരളത്തിനകത്തുള്ള കമ്പനി സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു GMP സർട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടൊക്കെയാണ് അവർ റെഡിയാക്കുന്നത് മെഡിസിൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ദോഷമൊന്നും ഉണ്ടാവില്ല. പുറത്തുള്ള പല കമ്പനികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം കഴിക്കേണ്ടത്. ഡോക്ടർ, അതുപോലെ അപ്പോൾ ഒരു പൊതുധാരണ എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും സത്യമല്ല അല്ലേ? ചില മരുന്നുകളുടെ കാര്യത്തിൽ ചില മരുന്നുകൾ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആ ഒരു ഡോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പം നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ പോയി കാണും. കണ്ടതിന് ശേഷം ഡോക്ടറെ കുറിപ്പടി വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ രോഗം വരുമ്പോൾ മരുന്ന് വാങ്ങിച്ച് കഴിക്കും. ആ ശീലം ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ സൈഡ് എഫക്റ്റ് ഇല്ല. ഇപ്പോൾ ഡോക്ടർ തീരെ കൊടുക്കാൻ പാടില്ലാത്തല്ല, ഡോക്ടർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കഴിക്കേണ്ട മെഡിസിൻ ആണെങ്കിൽ ഡോക്ടർ 1-2 ദിവസത്തേക്കായിരിക്കും കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ രോഗി വിചാരിക്കും ഇത് കഴിച്ചപ്പോൾ എനിക്ക് കുറവുണ്ട്, അവർ 2 ദിവസം കൊടുത്ത മെഡിസിൻ വീണ്ടും 5 ദിവസം വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ വരുമ്പോഴാണ് അതിലൊരു ബുദ്ധിമുട്ട് കാണുന്നത്. പിന്നെ ഡോക്ടർ പറയാറുണ്ട് ആയുർവേദം അല്ലേ പതുക്കെ മാറൂ, അല്ലെങ്കിൽ ദീർഘനാൾ ചികിത്സ വേണ്ടി വരുന്നതാണെന്ന്. ഇതിൻ്റെ ഒരു കാലയളവ് എങ്ങനെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആയുർവേദം പതുക്കെ മാറുന്നതിന് കുറച്ച് സമയമെടുക്കും. കാരണം ഒരു രോഗി ഞങ്ങളുടെ അടുത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രകൃതി, കാലം, ദേശം, അതുപോലെ ദുഷിച്ച് നിൽക്കുന്ന ദോഷങ്ങൾ, അതുപോലെ രോഗത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയം എടുക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പേഷ്യൻ്റ് പല സ്ഥലങ്ങളിലും പോയി ചികിത്സ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം തന്നെ ഒരു കാലതാമസം എത്തും. നമുക്ക് പഴയ കേസുകളാണ് കൂടുതലും കിട്ടുന്നത്. ഫ്രഷായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളും മാറിക്കിട്ടും. മറ്റത് അവരുടെ ശരീരത്തിലുള്ള ബാക്കി ടോക്സിൻസും എല്ലാം കുറച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മെഡിസിൻ അവിടെ ആക്ട് ചെയ്ത് തുടങ്ങുകയുള്ളൂ. അപ്പം കുറച്ച് സമയം എടുക്കുന്നതാണ്. ഡോക്ടർ, പലർക്കും ഈ ആയുർവേദത്തിലേക്ക് വരണോ വേണ്ടേ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ചില
ഡോക്ടർ പറഞ്ഞുള്ള നടുവേദനയാവാം, ചിലപ്പോൾ വാദസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ആവാം, അത്തരക്കാരോട് ഡോക്ടർക്ക് ഒരു ആയുർവേദം പഠിച്ചൊരു ഡോക്ടറാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്? ആയുർവേദത്തെ ഒരാൾക്ക് പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ ഡോക്ടർ എങ്ങനെയാവും അത് ചെയ്യുക? ആയുർവേദം നേരത്തെ പറഞ്ഞല്ലോ, ആയുസ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വേദമാണ്. അപ്പം നമ്മൾ ആയുർവേദത്തിലോട്ട് ഇറങ്ങി പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് ലൈഫ് ഉണ്ടാവും. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദിനചര്യയാണ് പറഞ്ഞിരിക്കുന്നത്. ദിനചര്യ കറക്റ്റ് ചെയ്ത് പോവുക. അപ്പം ചെറിയ രോഗങ്ങൾ വന്നാലും നമ്മൾ ആയുർവേദത്തിൻ്റെ കൂടെ പോയി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണമായും രോഗം മാറുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ആയുർവേദം അനുശാസിക്കുന്ന ഉറക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യായാമം, ഭക്ഷണക്രമം, ഇതെല്ലാം ചിട്ടയായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ രോഗം പൂർണ്ണമായിട്ടും മാറും. ഇപ്പം നമ്മളൊരു ആയുർവേദ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഇങ്ങനെ 5 ദിവസം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഉള്ളിൽ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ചെയ്യണം എന്ന് പറയും. അപ്പം നമ്മളത് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു കാറ് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിച്ചാലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു സർവീസും ചെയ്യാത്ത നമ്മുടെ ശരീരത്തിനാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് സുഖകരമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഡോക്ടർ, ഒരുപാട് നന്ദി. എനിക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. താങ്ക് യു സോ മച്ച്.